അങ്ങനെ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ വാതിലൊക്കെ ഒന്ന് തുറന്നിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം കേട്ടോ. ഇത് നമ്മൾ പുതിയ മാക്സി ഡ്രസ്സാണ്. ഇത് ഷൈജത്ത അന്ന് ന്യൂ ഇയറിന് ഗിഫ്റ്റാക്കി തന്ന മെറ്റീരിയലാണ്. ഇതിൻ്റെ മൂത്ത താത്തൻ്റെ നെജിത്ത വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്കിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു മാക്സി അടിച്ചിട്ടുണ്ട്. നല്ല സുഖമുണ്ട് ഈ ഒരു ഡ്രസ്സ് ഇട്ട് നിൽക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഇന്നലെ രാത്രി അലക്കിയിട്ട് ഉണക്കിയിട്ടിരുന്ന കുറച്ച് തുണികൾ ഇപ്പോൾ മഴയൊക്കെ ആയ കാരണം കൊണ്ട് ഇവിടെ വിരിച്ചിട്ടാറൊന്നും ഉണങ്ങത്തില്ല. പിന്നെ എൻ്റെ ജാസ്മിൻ കുട്ടി ഇത് കണ്ടാൽ എന്നെ ചീത്ത പറയും ചെയ്യും. അപ്പോൾ ഞാനിത് ഇന്നുമോളൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ ഇന്നുമോളോട് പറഞ്ഞാൽ മതി ഇന്നുമോളെ മോളിൽ പോയിട്ട് വിരിച്ചിടുന്നത്. ഇത് താങ്ങി പിടിച്ച് മുകളിൽ കൊണ്ടുപോയിട്ട് വിരിച്ചിടണം. ഇവിടെ ഓൾറെഡി ഈ കുറച്ച് തുണികൾ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എടുത്ത് മാറ്റിയിട്ട് വേണം പുതിയ തുണികൾ വിരിച്ചിടാൻ. ഇവിടെ ഇങ്ങനെ വിശാലമായിട്ട് തുണികൾ വിരിച്ചിടാനുള്ള കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്കറിയാലോ എനിക്ക് കുറച്ച് അലക്ക് ഭ്രാന്ത് കൂടുതലാണെന്ന്. എത്ര തന്നെ അലക്കിയിട്ടുണ്ടെങ്കിലും ഇവിടെ വിരിച്ചിടാൻ കുറേ സ്ഥലമുള്ള കാരണം കൊണ്ട് അതൊരു അനുഗ്രഹമാണ് കേട്ടോ. എൻ്റെ ഇന്നുമോളെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഈ തുണിയൊന്നും എനിക്ക് മുകളിൽ കൊണ്ടുവന്നിട്ട് വിരിച്ചിടേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. അങ്ങനെ ഒരുവിധം നമ്മൾ തുണികളൊക്കെ വിരിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് പർച്ചേസിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി നമ്മൾ നെസ്റ്റോക്ക് പോയിട്ട് വാങ്ങിച്ചു കൊണ്ടിരുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത്. നമ്മൾ ഈ പെരിന്തൽമണ്ണ നെസ്റ്റോ തുടങ്ങിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നമ്മൾ ഇന്നലെ രാത്രി ഞാനും സായിക്കുട്ടിയും കൂടി ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് എന്താ ചെയ്യാമെന്ന് ആലോചിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു സായിക്കുട്ടിയോട് നമുക്ക് നെസ്റ്റോക്ക് പോവാടോ എന്ന് പറഞ്ഞു. നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. വെറുതെ നെസ്റ്റോക്ക് പോയതൊന്നും അല്ലേ. അപ്പം നമ്മൾ നെസ്റ്റോക്ക് പോയി. അവിടെ എൻ്റെ അമ്മ എന്തോ ഒരു തിരക്കാണ്. പക്ഷേ ഷോപ്പ് ഉഗ്രനാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഇത്രയും തിരക്കിൽ എനിക്ക് ഇത്രയും തിരക്ക് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഞാൻ പിന്നെ തീരുമാനിച്ചു നെസ്റ്റോക്ക് ഞാൻ ഇനി പോകില്ല, നമുക്ക് നമ്മൾ ജാംജൂബ് തന്നെ മതിയെന്ന് കേട്ടോ. കാരണം ജാംജൂബിൽ നമ്മൾ പോയിട്ട് നമുക്ക് അവിടുത്തെ സാധനങ്ങൾ എവിടെ ഇരിക്കണത് എന്താണെന്നറിയാം. നെസ്റ്റോയിൽ പോയപ്പോൾ അവിടെ വലിയൊരു ലോകമാണ് സംഭവം, ഒന്നും മനസ്സിലാവുന്നില്ല. എന്നാലും കൂടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഷോപ്പിംഗ്. ഞാനും സായിക്കുട്ടിയും അത്യാവശ്യം കുറേ സംഭവങ്ങളൊക്കെ ഷോപ്പ് ചെയ്തിട്ട് കൊണ്ടുവന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഇവിടെ വന്നിട്ട് പാക്ക് ചെയ്യണം. അപ്പം നമ്മൾ രാവിലെ ചപ്പാത്തി കുറച്ച് ഉണ്ടാക്കി വെക്കാം എന്നാണ് കരുതിയിരിക്കുന്നത്. അപ്പോൾ ചപ്പാത്തി മാവ് നമ്മൾ വാട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ വൈകുന്നേരം വരെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ ചപ്പാത്തി മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. നമ്മൾ ഇന്നുമോളൊക്കെ പോകുന്നതിൻ്റെ മുമ്പ് ചിക്കൻ വാങ്ങിച്ചിരുന്നപ്പോൾ അതിൻ്റെ കുറച്ച് പാർട്സുകൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇത് കേട്ടോ. നമ്മൾ നെസ്റ്റോന്ന് വാങ്ങിച്ച പുതിയ പഞ്ചസാരയുടെ പാക്കറ്റാണിത്. നെസ്റ്റോയിൽ പോയപ്പോൾ ആകെ ഒരു പുകയായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ കുറേ ഫ്രണ്ട്സിനെയും കാണാൻ പറ്റി, സബ്സ്ക്രൈബർ ഫ്രണ്ട്സിനെയും കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ ഇത് എന്താ വില, ഏത് കാര്യങ്ങളും ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാനിങ്ങനത്തെ ഒരു പഞ്ചസാര പാക്കറ്റ് കണ്ടു, അതെടുത്തു. അപ്പോൾ ഓക്കെ, അങ്ങനെ പഞ്ചസാര പാക്കറ്റും പിന്നെ നമ്മൾ പുതിയ പ്രാവശ്യം ബൂസ്റ്റിന് പകരം നമ്മൾ അമുലിൻ്റെ ഈ പൊടിയാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. സംഗതി നല്ല ടേസ്റ്റ് ഉണ്ട്. പ്രാവശ്യം പാൽപ്പൊടി നമ്മൾ മിൽമൻ്റെ പാൽപ്പൊടി പിന്നെ ബൂസ്റ്റ്, നമ്മളിപ്പോൾ കോൾഗേറ്റ് അറിയില്ലേ ടൂത്ത് പേസ്റ്റ് എന്ന പോലെ ബൂസ്റ്റിന് പകരം അമുലിൻ്റെ ബൂസ്റ്റുമാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. എനിക്ക് വയ്യ. ഇവിടെ നിങ്ങൾ കുറച്ച് മാങ്ങകളൊക്കെ കാണുന്നില്ലേ. ഈ മാങ്ങകൾക്ക് 2 ദിവസം മുമ്പ് എൻ്റെ വാപ്പ വന്നിട്ട് എനിക്ക് കൊടുത്തു തന്നായിരുന്നു കേട്ടോ. അന്ന് ഞാനൊരു കുഞ്ഞു വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ മടക്കി അയൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരാൾ പ്രത്യക്ഷപ്പെട്ടത്. ഞാൻ തന്നെ ഞെട്ടി. ഞാനൊരു സായിക്കുട്ടിയൊക്കെ ഇട്ട് 2 ചീത്തൊക്കെ പറഞ്ഞിട്ട് ഡോറ് നമ്മുടെ മുമ്പിൽ വാപ്പ വെറുതെ വന്നല്ല കേട്ടോ. വാപ്പ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഓഹരി പറ്റി വന്നതാ. ഓഹരി കുറച്ച് കുറഞ്ഞു പോയില്ലേ ഡാഡി? ഇനിയുണ്ടല്ലേ. എന്തായാലും അടുത്ത ഘട്ടം മാങ്ങ പറിക്കുമ്പോഴേക്കും ഹിന്ദുമോളൊക്കെ വരും. അപ്പം നമുക്ക് പട്ടാമ്പി വന്നിട്ട് നേരിട്ട് പറിക്കാം, അതായിരിക്കും നല്ലത്. ഞങ്ങളന്ന് ഗുജറാത്തിക്ക് പോയപ്പോൾ പാപ്പാൻ്റെ കയ്യിൽ പെട്ടതാണ് എൻ്റെ. അയ്യോ, ATM കാർഡ് കാണിക്കാൻ പാടില്ല. നമ്മൾ മറ്റേ ഗുജറാത്തിൽ പോയപ്പോൾ പെട്ടതാണ് എൻ്റെ ATM കാർഡ്. അപ്പോൾ പാപ്പ അതും കൊടുക്കും. വാപ്പ നിബിലൂട്ടിനെ മങ്കടക്ക് ആക്കാൻ വേണ്ടി വന്നപ്പോൾ മങ്കടക്ക് പോകുന്ന വഴിയാണല്ലോ നമ്മളുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ നിബിലൂട്ടിനെ മങ്കടക്ക് ആക്കിയിട്ട് തിരിച്ച് വരുന്ന വഴിക്കാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ വീട്ടിലേക്ക് പോയിട്ട് കുറച്ച് ദിവസമായല്ലോ. ഞാനും എൻ്റെ വാപ്പയും കൂടി ഗുജറാത്തിക്ക് പോയ ശേഷം പിന്നെ ഞാൻ വീട്ടിലേക്ക് പോയിട്ടില്ല. ഞാൻ ഓരോ കാരണം കൊണ്ട് ഇവിടെ അങ്ങനെ നിന്ന് പോയി. നമുക്ക് പിന്നെ ഇവിടെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, നമുക്ക് നമ്മളെ സ്വന്തം സ്ഥലമല്ലേ. എന്നെ സംബന്ധിച്ച് ഞാനൊരു ഭാഗത്ത് അങ്ങോട്ട് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എവിടെയും പോകില്ല. ഞാൻ ആ ഭാഗത്ത് അങ്ങനെ നിൽക്കും. അങ്ങനത്തെ സ്വഭാവമുള്ള കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ വീട്ടിലേക്ക് പോകാത്തത്. അങ്ങനെ വാപ്പ നിൽക്കും മാങ്ങക്ക് തന്ന് വാപ്പ തിരിച്ച് പോയി. അത് 2 ദിവസം മുമ്പായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് വീണ്ടും ചക്ക കിട്ടിയിട്ടുണ്ട്. നമ്മൾ അന്ന് ചക്കക്കൂട്ടാൻ വെച്ചിട്ട്
പൂതി മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചക്കൻ്റെ കൂടെ എനിക്ക് കുറച്ച് ഞാവൽപ്പഴം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം നമ്മൾ ഞാവൽപ്പഴം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് കൊടുന്നു തന്നതാണ് കേട്ടോ ഈ ഞാവൽപ്പഴം. ഇത് ഭയങ്കര ഒരു എന്താ പറയുക, ഇമാതിരി സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ ഭയങ്കര കൊതിയായിരിക്കുമല്ലോ. എനിക്കാണെങ്കിൽ ഈ മറ്റേ ചക്ക, മാങ്ങ, ഞാവൽപ്പഴം ഇമാതിരി സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മൾ ഞാവൽപ്പഴം നല്ല ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ പോവുകയാണ്. ഇത് വെയിലത്ത് വെച്ചിട്ടൊന്ന് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നന്നാവും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കതിൻ്റെ ക്ഷമയൊന്നുമില്ല കേട്ടോ. ഞാവൽപ്പഴം കിട്ടിയ അപ്പം തന്നെ നമ്മൾ ഉപ്പിടണം, പിന്നെ നമ്മൾ നന്നായിട്ട് കഴിക്കണം. അതാണ് എൻ്റെ ഒരു പോളിസി കേട്ടോ. പിന്നെ ഇത് വെയിലത്ത് വെക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ ഞാവൽപ്പഴം എനിക്ക് കൊടുന്നു തന്ന എൻ്റെ ഫ്രണ്ടിന് ഒരുപാട് നന്ദി. ഞാൻ ഈ വർഷം ഞാവൽപ്പഴമൊന്നും കഴിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. നമുക്ക് വേറെ കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊക്കെ ഇനി മുറിച്ചിട്ട് ഫ്രീസറിലേക്ക് എടുത്ത് വെക്കണം. നമുക്കിനി ചക്ക കിട്ടാത്ത കാലത്ത് നമുക്ക് ചക്കക്കൂട്ടം ഉണ്ടാക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കുന്ന സമയത്ത് ചക്ക ഇച്ചിരി പഴുത്തുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇച്ചിരി മധുരമുള്ള ചക്കക്കൂട്ടാനായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം നമുക്ക് കിട്ടിയ ചക്ക നല്ല മൂത്ത ചക്കയാണ്. ഇതിന് മധുരമൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി നാളെ ഉമ്മച്ചിയും വരുന്നുണ്ട്. അപ്പോൾ ഉമ്മച്ചീനെ കൂട്ടിയിട്ട് നമുക്ക് ചക്കക്കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് ട്രഡീഷണൽ രീതിയിലൊക്കെ ഉണ്ടാക്കി നോക്കണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് കമൻറ്റ് ഉണ്ടായിരുന്നു, എന്താ മുളക് പൊടി ഇട്ടിരിക്കണം അങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇപ്രാവശ്യം നമുക്ക് മുളക് പൊടിയൊന്നും ഇല്ലാതെ നമ്മൾ ആരൊക്കെയോ എന്തൊക്കെയോ റെസിപ്പീസ് പറഞ്ഞു. അതൊക്കെ നോക്കിയിട്ട് നമുക്ക് അടിപൊളി ചക്കക്കൂട്ടാൻ ഉണ്ടാക്കണം കേട്ടോ. ഉപ്പുണ്ട് കൈ കഴുകി ഉപ്പുണ്ടേ. നമ്മളെ ചായക്കുട്ടി മറ്റേ വെക്കേഷൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് കഴിച്ചേ കിച്ചണൊക്കെ അത് പറഞ്ഞു കഴിക്കണം. ആ പാത്രം എടുത്തോണ്ട് പോയോ? എനിക്കിത് ഇഷ്ടം. രസമുണ്ടാ? അതാക്കാണ് ചെടി കഴിച്ചിട്ട് ഉള്ളിലേക്ക് നീക്കും. വെളിച്ചം കുറവ് ആയിട്ടില്ല, ഇനി കഴിക്കാനുണ്ട്. കഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ചക്ക മുറിക്കലൊക്കെ കഴിഞ്ഞ് ഞാനത് കഴുകി വെച്ചിട്ട് ഇങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വാർന്ന് വരട്ടെ കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊരു പപ്പായ മുറിക്കണം. നമ്മൾ നെസ്റ്റോക്ക് പോയപ്പോൾ വാങ്ങിച്ചതാണ് ഈ പപ്പായ കേട്ടോ. എനിക്ക് പപ്പായ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നല്ല പോക്കറ്റ് ഫ്രണ്ട്ലി ആണല്ലോ. വേറൊരു ഫ്രൂട്ടും ഇത്രക്ക് വില കുറഞ്ഞിട്ട് കിട്ടൂലല്ലോ. പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ വൈറ്റമിൻ ABCDEFG ഒക്കെ ഉണ്ടെന്നല്ലേ പറയുന്നത്. അപ്പോൾ നമ്മളങ്ങനെ പപ്പായ മുറിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ രാത്രി ആയിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാനുള്ളൊരു മൂഡില്ല. ഇങ്ങനെ റെഡ് കളറിലെ പപ്പായ പണ്ട് ഷെബിന അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരായിരുന്നു. ഇതിന് റെഡ് ലേഡി എന്നാണ് ഇത്രേ പറയുക. അങ്ങനെ ഇത് നമ്മൾ പിറ്റേ ദിവസം രാവിലെ എടുത്ത കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. നമ്മളെ ടുട്ടുമോളെ നമ്മളൊന്ന് അടിച്ചു വരാൻ ഇറക്കിയിട്ടുണ്ട്. കുറേ ദിവസമായി ടുട്ടുമോളൊന്ന് ജോലി ചെയ്യിപ്പിച്ചിട്ടുണ്ടോ. ഇത് കുറേ കൂട്ടുകാർ എപ്പോഴും ചോദിക്കും ഈ ഒരു സംഭവം ശരിക്കും ഉപകാരമുള്ള സംഭവമാണോ എന്ന്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അടിച്ചു വരാൻ നല്ല ഉപകാരമുള്ള സാധനമാണ് കേട്ടോ. നമ്മൾ തുടച്ചൊരു ഫീല് കിട്ടും. ഈ ഒരു സംഭവം ഇങ്ങനെ അടിച്ചു വാരി പോയിട്ടുണ്ടെങ്കിൽ വാക്യൂം ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഒരു ഫീലില്ലേ, അതേ ഫീല് കിട്ടും. നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇനി അടുത്ത വിശേഷം കാണിച്ചു തരാം. ഇത് എൻ്റെ ഞാൻ ആമസോണിൽ നിന്ന് കുറേ കാലം മുമ്പ് വാങ്ങിച്ചൊരു ചുരിദാറാണ് കേട്ടോ. ഇതൊരു ലൈറ്റ് ബ്ലൂ കളർ ആയ കാരണം കൊണ്ട് ഇതിമ്പോൾ കുറച്ച് കറകളും വീണിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ കളറൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡ്രസ്സിൻ്റെ കളറൊന്ന് മാറ്റിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഡ്രസ്സ് ഇങ്ങനെ ഡൈ അടിക്കാൻ പോവാണ് കേട്ടോ. ഞാൻ ഈ ചുരിദാറൊക്കെ മാറ്റി ഞാൻ വേറെ ചുരിദാർ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ചുരിദാർ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നല്ല കോട്ടൺ ആണ്, പക്ഷെ ലൈറ്റ് ബ്ലൂ ആയ കാരണം കൊണ്ട് ഇതാ ഇതിൻ്റെ ഇവിടെ ഒരു കറയൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ മുഖത്തിനൊരു എന്താ പറയുക ഒരു മങ്ങലുണ്ട് താനും. അപ്പോൾ ഇത് ഞാൻ കുറേ കാലമായി വാങ്ങിച്ചിട്ട്, നമ്മളിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിരുന്നതായിരുന്നു. കുറേ കാലം ഇതിൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാനിത് ഇടാറില്ല. ഭയങ്കര ലൈറ്റ് കളറുമാണ്, പക്ഷെ നല്ല കോട്ടണാണ്, നല്ല തുണിയാണ്. നമുക്ക് ഇനി ഇത് ഏത് കളറാണ് മുക്കാൻ നോക്കി കേട്ടോ. ഞാൻ ആമസോണിൽ നിന്ന് കുറച്ച് ദിവസമായി ഞാൻ ഈ ഒരു കളർ വാങ്ങിച്ചിട്ട്. ഇതിലിപ്പോൾ ഏത് കളറാണ് മുക്കുക എന്നുള്ളത് ഞാൻ നോക്കട്ടെ. ഇതിൻ്റെ ഫാബ്രിക് കെയർ സൊല്യൂഷനാണത്. ഇതിപ്പോൾ എന്തായിരുന്നു ഫാബ്രിക് കെയർ സൊല്യൂഷൻ. ഇത് കളർ മുക്കിയ ശേഷം നമുക്കിത് വെക്കാനുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ എന്തോ ഗ്ലൗസ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ ഗ്ലൗസാണ് എന്താണത്. ഇതിൻ്റെ കൂടെ ഇങ്ങനൊരു സംഗതി കിട്ടുന്നുണ്ട് കേട്ടോ. ഇതെന്താ സാധനം എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഇത് എന്തായിരിക്കും സാധനം, ഇത് നിവർത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാവുള്ളത്. നമ്മൾ ഡ്രസ്സിൻ്റെ കളർ മുക്കുമ്പോൾ
നമ്മൾ ഡ്രസ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കിട്ടുന്ന സാധനമാണ്. എന്താണെന്ന് അറിയില്ല, നമുക്ക് വിശദമായിട്ട് പുറത്ത് കൊണ്ടുപോയി നിർത്തിക്കുന്നത് എന്താണെന്നൊക്കെ മനസ്സിലായി കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഗ്ലൗസും കിട്ടുന്നുണ്ട് കേട്ടോ. ഗ്ലൗസ് നമുക്ക് വേണം, നമ്മൾ അതിന് ഓൾറെഡി ഗ്ലൗസ് ഉണ്ടല്ലോ. പിന്നെ ഇത്രയും കളേഴ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മൾ വാങ്ങിച്ചത് പക്ക റങ്ക്. ഇത് കടം നല്ല പേര് കടം അങ്ങനെ കടം ആണ് അത്ര ഈ കളറിൻ്റെ പേര്. കടന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, ഇതിൽ നമുക്ക് ഏതൊക്കെ കളേഴ്സ് ഉണ്ട് നോക്കി വെക്കാം കേട്ടോ. ഇതിൽ ഏകദേശം എല്ലാ കളറും ഉണ്ട്. കോട്ടണ്, നൈലോണ്, വൂള്, സിൽക്ക്, ജോർജറ്റ്, ഷിഫോണ്, ഈ വക ക്ലോത്തിലൊക്കെ പറ്റുമെന്നാണ് പറയണത്. പെർമനൻറ്റ് കളേഴ്സ്. ഇതിപ്പോൾ ഏതാ കളർ എന്നിപ്പോൾ എങ്ങനെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ലാവൻഡർ. ഈ കളറ് നമുക്ക് ലാവൻഡർ വേണ്ട. റാണി പിങ്ക്. റാണി നമുക്ക് വേണ്ട കേട്ടോ. ബോട്ടിൽ ഗ്രീന്. ഏതാ ബോട്ടിൽ ഗ്രീന്? ബോട്ടിൽ ഗ്രീൻ ഉണ്ട് കേട്ടോ. ബോട്ടിൽ ഗ്രീൻ ഡ്രസ്സിൻ്റെ കയ്യിലുണ്ട്. പിന്നെ റെഡ് മെറൂണ്. നമുക്ക് ഈ റെഡ് മെറൂൺ ഉണ്ടാക്കി വെക്കാം കേട്ടോ. എനിക്ക് ഈ റെഡ് മെറൂൺ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഈ റെഡ് മെറൂൺ ഉണ്ടാക്കി വെക്കാം. ഓക്കെ, ഇതിൽ മസ്റ്റാർഡ് 23 ഉണ്ട്. പിന്നെ ജീൻസിൻ്റെ ബ്രൗൺ ഉണ്ട്. പിന്നെ ജീൻസിൻ്റെ ബ്ലൂ ഉണ്ട്. പിന്നെ ഡസ്റ്റി ഓറഞ്ച് ഉണ്ട്. പിന്നെ ജീൻസ് ബ്ലാക്ക് ഉണ്ട്. പിന്നെ ഖാക്കി. അങ്ങനെ ഒരുപാട് കളേഴ്സ് ഇതിലുണ്ട് കേട്ടോ. നമ്മൾ എടുക്കാൻ പോണത് റെഡ് മെറൂണ് നമ്മൾ ചേർക്കാൻ പോണത് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം തിളക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇതാണ് നമ്മളെ പൊട്ടിച്ച് പൊടിൻ്റെ കളറ്. എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ ഇതെങ്ങനെ കളർ ആക്കുക എന്നുള്ളത്. നമ്മൾ ഇത് ചില വീഡിയോയിൽ കണ്ടിട്ട് ഡ്രസ്സ് നനച്ചിട്ടാണ് കിട്ടുന്നത്. ഞാൻ നനയ്ക്കുന്നൊന്നുമില്ല, ഇങ്ങനെ ഉണങ്ങിയ ഡ്രസ്സാണ് ഇടാൻ പോണത്. എന്താവുമെന്നൊന്ന് നോക്കി നോക്കാം എങ്ങനെ ആവുന്നു. ആദ്യം നമുക്കിതിൻ്റെ ഷാളിട്ട് നോക്കി നോക്കാം കേട്ടോ. ഷാളിട്ട് നോക്കി നോക്കാവേ. പൊട്ട ചട്ടകം വെച്ചിട്ട് ഇളക്കി മറിക്കുക. യെസ്, ഞാൻ ഈ ഡ്രസ്സൊക്കെ മുക്കിക്കഴിഞ്ഞ ശേഷമാണ് കേട്ടോ. ഇതിൽ ഇങ്ങനെ ഒരു QR കോഡ് ഉണ്ട്. അത് നമുക്ക് ഗൂഗിളിൽ പോയിട്ട് ഇതുപോലെ QR കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഈ കളറ് എങ്ങനെയാണ് മുക്കേണ്ടത് എന്ന് വിശദമായിട്ട് പറയുന്ന വീഡിയോകൾ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ യൂട്യൂബ് വീഡിയോസ് നോക്കിയിട്ടൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഇത് ചെയ്തു വെച്ച പോലെ തന്നെ ഇനി ആവുള്ളൂ. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ ചെയ്തത് കറക്റ്റ് തന്നെയായിരുന്നു. ഉപ്പിടണം, പിന്നെ കളർ ഇടണം, പിന്നെ ഡ്രസ്സ് ഇടണം. ഡ്രസ്സ് നനക്കണ കാര്യമൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 20 മിനിറ്റോളം ആ ഡ്രസ്സ് വെള്ളം തിളപ്പിക്കണ അതിൽ ഇട്ട് വെക്കണം. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ കളർ ഫിക്സർ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ വെള്ളത്തിലാക്കിയിട്ട് അതിൽ പിന്നെ ഒരു അരമണിക്കൂറോളം ഡ്രസ്സ് വീണ്ടും മുക്കി വെക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ വരുന്നത് കേട്ടോ. നമ്മൾ ഈ തീ അടിയിൽ കൊടുക്കണം എന്നുള്ളത് യൂട്യൂബ് വീഡിയോയിലൊന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ട് ആണ് നമ്മൾ ആ കളറ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഡ്രസ്സ് ഏകദേശം കളറൊക്കെ മുങ്ങിയിട്ടുണ്ട് തോന്നുന്നു. അതിൻ്റെ പ്രിൻ്റൊക്കെ, അതിൻ്റെ നെഞ്ചത്തെ പ്രിൻ്റ് നല്ല ഭംഗിയുണ്ട് അല്ലേ. അങ്ങനെ അപ്പോൾ നമ്മൾ കുറച്ച് വിശന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകാൻ കേട്ടോ. ഞാൻ രാവിലെ ഒരുപാട് പത്തിരിയും പിന്നെ കുറേ മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളെ ഒരു പരിപാടി ഇതാണ്. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അരിപ്പൊടിൻ്റെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കുറേ അങ്ങോട്ട് ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ഉച്ചക്കും രാത്രിയും അതുതന്നെ കഴിക്കും. കാരണം നമ്മളിവിടെ ചോറ് വെച്ചിട്ട് ഞാനും കഴിക്കുന്നില്ല, സായിക്കുട്ടിയും കഴിക്കുന്നില്ല, ചോറുണ്ടുന്നില്ല. അപ്പോൾ അത് മുഴുവനും കളയുക. അവിടെ നമ്മളെ ഇന്നുമോളെ ഇവിടെ ചോറുണ്ടെന്നാണ് കേട്ടോ. ഇനി ഇന്നുമോളൊക്കെ വന്നിട്ട് ചോറ് വെക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒഴിഞ്ഞു പോയിരുന്നിട്ട് ഫുഡെല്ലാം കഴിച്ച് വന്നപ്പോഴേക്കും 10-20 മിനിറ്റ്, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കത് വാഷിംഗ് മെഷീനിൽ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അലക്കിയിട്ട്, അലക്കാൻ പറഞ്ഞാൽ സോപ്പിട്ടിട്ട് അലക്കൊന്നുമല്ല, ഇങ്ങനെ വെള്ളത്തിലൊന്നും ഇങ്ങനെ ഊരിയെടുക്കൂലേ, ആ ഒരു സംഭവം ചെയ്തിട്ട് നമ്മൾ ഡ്രസ്സ് സെറ്റാക്കുകയാണ് കേട്ടോ. നമ്മളെ സായിക്കുട്ടി വൈകുന്നേരം 4 to 6 ക്ലച്ച് ലൈഫിൽ എന്തിനു പോകും? വെക്കേഷൻ ക്ലാസ്സിൽ പോകും. എന്താ സ്വിമ്മിങ് ആയിരുന്നു. സ്വിമ്മിങ്ങിൻ്റെ ദിവസം സായിക്കുട്ടി തീരെ മിസ്സാക്കൂല. അവർക്ക് സ്വിമ്മിങ് പൂള് അത് സ്വിമ്മിങ് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? ആണോ? രസമുണ്ടായിരുന്നാ? എന്താ ഒരു മുഖത്തൊരു ക്ഷീണം? നീന്തിയിട്ട് വിശന്നിട്ട് വയ്യാം?
അപ്പം ഫുഡ് എടുത്ത് കഴിച്ചോ. നമുക്ക് ഫുഡ് എന്താണെന്ന് രാവിലെ മുതൽ രാത്രി വരെ ഞങ്ങൾക്ക് പത്തിരി മുട്ടക്കറി അല്ലേ സായിക്കുട്ടിയെ? നിനക്ക് എന്തെങ്കിലും വെറൈറ്റി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ആണോ? പാല് കുടിച്ചില്ലേ നീ? 11 മണിക്ക് പാലും ബൂസ്റ്റ് കുടിച്ചില്ലേടാ? വെറുതെ ഇല്ലാക്കഥ പറയുന്നു. ഒന്ന് ചിരിച്ചാ? അവരോട് ചിരിക്കുന്നില്ല, അതാണ് വീഡിയോയിൽ എല്ലാവരും പറയുന്നത്. എന്നാലും ചിരിച്ചാ? അങ്ങനെ ചിരിക്ക, അങ്ങനെ ചിരിക്ക്. എന്നാ ഫുഡ് കഴിച്ചോ. നമ്മൾ നേരത്തെ ആ പാക്കറ്റിനുള്ളിൽ കിട്ടിയില്ലേ, ആ സംഭവം എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ. ഇത് നമ്മുടെ ഏപ്രണാണ്. ഇത് കേട്ടോ, ഇതിങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങനെ കിട്ടുന്ന ഏപ്രണാണ്. ഇത് നമ്മൾ ഡ്രസ്സ് ഇങ്ങനെ ഡൈ ചെയ്യുമ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ കളറാവണ്ട ഉദ്ദേശം വരുന്നു. ഇത് രസം കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ വീട്ടിൽ നമ്മൾ മീനൊക്കെ മുറിക്കുമ്പോൾ നമുക്ക് ഈ ഏപ്രൺ ഉപയോഗിക്കാം. ഇതാകുമ്പോൾ ഒട്ടും ഡ്രസ്സിക്കാവില്ല. മറ്റേത് ക്ലോത്തിൻ്റെ ആകുമ്പോൾ എങ്ങനെയാണെങ്കിലും കുറച്ച് നമ്മൾ ഡ്രസ്സിക്കാവില്ല. പിന്നെ അത് അങ്ങനെ നമ്മൾ ഡ്രസ്സ് ഡൈ അടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒരുമാതിരി, അതായത് ഇത് ശരിക്കും ആ റെഡ് കളർ വരണമെന്നുണ്ടെങ്കിൽ 2 പാക്കറ്റ് വേണം. നമ്മളെ കയ്യിൽ 1 പാക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ആ പാത്രത്തിൽ ഇട്ടവട്ട പാത്രത്തിൽ ഇട്ട് മുക്കിയതല്ലേ. അപ്പോൾ നമ്മളൊരു ജീൻസിൻ്റെ പോലെ കളർ ഉണ്ടാവില്ലേ, അങ്ങനെ ഉണ്ടാവില്ലേ, ആ ഒരു രീതിക്ക് അത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത് നമ്മൾ ഇനി നാളത്തെ വ്ളോഗിൽ നമ്മൾ ഈ ഡ്രസ്സ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എങ്ങനെയാണ് ഈ ഡ്രസ്സ് അയക്കുന്നത്. ഇതിൻ്റെ ചില ഭാഗത്ത് നന്നായിട്ട് കളർ പിടിച്ചിരിക്കുന്നത്, ചില ഭാഗത്തൊന്നും കളർ പിടിച്ചിട്ടില്ല. കാരണം നമ്മളിത് ആ പാത്രത്തിൽ ശരിക്കും മുങ്ങാനുള്ള സ്ഥലം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് വന്ന മിസ്റ്റേക്കാണ് കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു നീല കളറിനെ കാട്ടിക്കും ഈ കളർ ഭംഗി ഉണ്ടാവുമെന്ന് വിചാരിക്കണം. നമുക്ക് നാളെ ഇത് ഉണങ്ങിയിട്ട് അയൺ ചെയ്തിട്ട് നമുക്ക് ഇട്ട് നോക്കാം കേട്ടോ. നമ്മൾ ഇത് ഇവിടെ വിരിച്ചിടട്ടെ കേട്ടോ. ഇത് രാത്രിയാകുമ്പോൾ നമ്മളിത് അകത്ത് കൊണ്ടുപോകും. നമ്മളിപ്പോൾ കുറച്ച് നേരം ഇവിടെ വിരിച്ചിടാണ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇത് ഇവിടെ കിടന്ന് ഉണങ്ങില്ല. നമുക്ക് അകത്ത് തന്നെ കൊണ്ടുവരണം. ഫാനിൻ്റെ ചുവട്ടിൽ ഇട്ടിട്ട് ഉണക്കണം. എൻ്റെ ജാസ്മിൻ കുട്ടി ഇവിടെ വിരിച്ചിടരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാനിപ്പോൾ പകലൊന്നും വിരിച്ചിടാറില്ല. ജാസ്മിൻ കുട്ടിയെ നമ്മൾ രാത്രി മാത്രമേ ചില ഡ്രസ്സുകൾ വിരിച്ചിടാറുള്ളേ. അതുകൊണ്ട് ഈ കാര്യമാണ്. അങ്ങനെ നമ്മൾ മഗ്‌രിബ് നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സായിക്കുട്ടിക്ക് അവൻ്റെ 7th സ്റ്റാൻഡേർഡിലേക്കുള്ള എല്ലാ ബുക്സും കിട്ടിയിരിക്കുന്നു കേട്ടോ. ഇപ്പോൾ അവന് എല്ലാ ബുക്സും ഇന്നലെയാണ് കിട്ടിയില്ലേ സായിക്കുട്ടിയെ നമുക്ക് ബുക്സ്. അപ്പോൾ എല്ലാ ബുക്സും അവൻ ഇപ്പം തന്നെ വായിക്കാൻ തുടങ്ങിയിരിക്കണം. 7ാം ക്ലാസ് നമ്മൾ വിട്ടു കൊടുക്കൂല അല്ലേ. നമ്മൾ 6th സ്റ്റാൻഡേർഡ് ഒന്നും നമ്മൾ ഉഴപ്പിക്കണം, വല്ലാണ്ട് പഠിച്ചിട്ടും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾ 7ാം ക്ലാസ് ഞങ്ങൾ നല്ല മറ്റേ സ്ട്രോങ് ആയി പഠിക്കാൻ വിചാരിച്ചിട്ടില്ലേ സായിക്കുട്ടിയെ. 6ാം ക്ലാസ് കുറേ ഉഴപ്പിയില്ലേ. നമുക്ക് 7ാം ക്ലാസ് നല്ല ഉഷാറാക്കണം കേട്ടോ. ഒന്ന് നോക്കണം, നല്ലോണം പഠിക്കണം കേട്ടോ. എന്നാൽ വേഗം വായിച്ചോളൂ. ആദ്യം ഹിന്ദി എടുക്കല്ലേ, എന്നിട്ട് ബി എസ് വായിച്ചോ. അപ്പോഴിങ്ങനെയൊക്കെയാണ് ഞാനും എൻ്റെ സായിക്കുട്ടിയും ഇവിടെ ഇന്നുമില്ലാതെ ജീവിച്ചു പോണത് കേട്ടോ. വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. ഇൻഷാ അല്ലാഹ് നാളെ എൻ്റെ ഉമ്മച്ചി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിപൊളി വിശേഷങ്ങളുമായിട്ട് ഞാൻ ഉടനടി വരും. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഒന്ന് ശ്രമിക്കുക കേട്ടോ.